ഇവിടെ നമ്മൾ സംസാരിക്കാൻ വന്നത് ഏത് വിഷയത്തെക്കുറിച്ചാണ്? തൃശൂരിങ് എടുക്കാൻ പോകുന്നത് ആരാണ്? ടി.എൻ. പ്രതാപൻ മത്സരം കോൺഗ്രസും ബി.ജെ.പിയും നേരിട്ടാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇടതുപക്ഷത്തെ അങ്ങ് എഴുതി തള്ളുന്നത് മറ്റേതെങ്കിലും രീതിയിലുള്ള ഒത്തുതീർപ്പ് ഫോർമുലയുടെ അടിസ്ഥാനത്തിലാണോ, അതോ ഇടതുപക്ഷത്തിന് ശക്തി ക്ഷയിച്ചത് കൊണ്ടാണോ? രാഷ്ട്രീയ ചോദ്യമാണ് ഈ ചർച്ചയിൽ ഉന്നയിക്കുന്നത്. ആലിന്റെ കൊമ്പ് മുറിച്ചതിനെ കുറിച്ച് വേണമെങ്കിൽ ചർച്ച ചെയ്യാം, ആചാരം എന്താണെന്നതിനെ കുറിച്ചും ചർച്ച ചെയ്യാം, അത് മറ്റൊരവസരത്തിൽ. ഇന്നത്തെ വിഷയം ഇതാണ്. എന്തുകൊണ്ടാണ് ഇത്രയും ആത്മവിശ്വാസം ടി.എൻ. പ്രതാപൻ? അല്ല ആണ്. ഞാൻ പറഞ്ഞുതരാം. അങ്ങയോട് ഞാൻ ചോദിച്ചത് ആലിനെ കുറിച്ചല്ല, ഞാൻ ആലിനെ കുറിച്ചല്ല, ആളിനെ കുറിച്ചാണ്. ആളിനെ കുറിച്ചാണ് ഞാൻ ചോദിച്ചത്, ആലിനെ കുറിച്ചല്ല. അല്ല, ആണ്. തീർച്ചയായിട്ടും അതിൽ പി എസ് ശ്രീധരൻപിള്ളയുടെ ഒരു പ്രസ്താവന നിങ്ങൾ അതിൽ എടുത്തിട്ടപ്പോഴാണ്, ചാണകവെള്ളത്തിന്റെ പ്രശ്നം എടുത്തിട്ടപ്പോഴാണ് എനിക്ക് സംസാരിക്കാൻ ഇഷ്ടം. ചാണകവെള്ളം തളിച്ചത് തൃശ്ശൂരിലായതുകൊണ്ടാണ് പറഞ്ഞത്. ചാണകവെള്ളത്തിന്റെ പിന്നാലെ അല്ലല്ല ശ്രീകുമാർ, ആദ്യം തന്നെ വ്യക്തമാക്കാം, ചാണകവെള്ളത്തിന്റെ പിന്നാലെ ആലിന്റെ കൊമ്പ് മുറിച്ചതിലേക്ക് ചർച്ച കൊണ്ടുപോകാനല്ല. ചാണകവെള്ളം തളിച്ച തൃശ്ശൂരിലെ ആ ലോക്സഭാ മണ്ഡലത്തിൽ ടി.എൻ. പ്രതാപൻ എന്ന സിറ്റിംഗ് എം.പി മുന്നോട്ട് വെച്ച ആത്മവിശ്വാസത്തിന്റെ അടിസ്ഥാനം എന്തെന്നുള്ളതാണ് കോൺഗ്രസിന്റെ പ്രതിനിധി അല്ലെങ്കിൽ കോൺഗ്രസിനെ ഭാഗം പറയാനായി എത്തിയിരിക്കുന്ന നിരീക്ഷകനായ അങ്ങയോടുള്ള നേരിട്ടുള്ള ചോദ്യം. തീർച്ചയായിട്ടും സുജയ, ഞാൻ അതിലേക്ക് തന്നെയാണ് വന്നത്. നിങ്ങൾ ആ ചോദ്യത്തിൽ ഉപചോദ്യം വന്നതുകൊണ്ട് പറഞ്ഞതാണ്, അല്ല രാഷ്ട്രീയ ചോദ്യം അല്ല. ആലിനെ കുറിച്ച് ചോദിക്കാതിരിക്കാൻ നിങ്ങൾ ശ്രീധരൻപിള്ള സാറിന്റെ പ്രസ്താവന പറഞ്ഞില്ലേ, ചാണകവെള്ളത്തെ കുറിച്ച് പറഞ്ഞില്ലേ, ശ്രീധരൻപിള്ള എന്ന ഗോവ ഗവർണർ പറഞ്ഞ ഒരു വാചകം മാത്രമല്ലല്ലോ ആ ആമുഖത്തിൽ ഉണ്ടായിരുന്നത്. താങ്കളുടെ താല്പര്യം അതായതുകൊണ്ട് താങ്കൾ അതിലേക്ക് പോയി. നമ്മുടെ ചർച്ചയുടെ ദിശ അതല്ലാത്തത് കൊണ്ട് ഞാൻ കൃത്യമായ ദിശ അങ്ങേ ചൂണ്ടിക്കാട്ടി. അങ്ങ് ദയവായി വിഷയത്തിലേക്ക് വരൂ. അല്ല, ഞാൻ ചൂണ്ടിക്കാണിച്ചു തന്നെ പറയുന്നത്. ഞാൻ അത് പശ്ചാത്തലം ഞാൻ പറഞ്ഞതേ ഉള്ളൂ. വിഷയത്തിലേക്ക് തന്നെയാണ് വരുന്നത്, അതിൽ മാറ്റമൊന്നുമില്ല. ഞാൻ രാഷ്ട്രീയം പറയാൻ എനിക്ക് കൂടുതൽ ഇഷ്ടം, കാരണം ഞാനൊരു വിശ്വാസിയല്ല. അതുകൊണ്ട് ഇനി ഞാൻ പറഞ്ഞു തരാം. അതായത് ഞാനൊരു വിശ്വാസിയാണ്, പക്ഷേ ഇവിടെ വിഷയം വിശ്വാസമല്ല. ഇവിടെ വിഷയം വിശ്വാസമല്ല. വിശ്വാസത്തെ കുറിച്ച് വേണമെങ്കിൽ നമുക്ക് ആലിന്റെ കൊമ്പ് മുറിക്കുമ്പോൾ നടത്തേണ്ട അനുഷ്ഠാനം എന്താണെന്നൊക്കെ നമുക്ക് പിന്നീട് വേണമെങ്കിൽ ചർച്ച ചെയ്യാം. പക്ഷേ നമുക്ക് ഇവിടെ ടി.എൻ. പ്രതാപൻ പറഞ്ഞ പൊളിറ്റിക്സ് അതേക്കുറിച്ച് പറയാം. തീർച്ചയായിട്ടും ആ പൊളിറ്റിക്സിലൊക്കെ വരുന്നത് സുജയൻ ഇടയ്ക്കേറി വീണ്ടും പറയുമ്പോൾ ആലിലേക്ക് കൊണ്ടുപോകേണ്ട ആ പൊളിറ്റിക്സിന്റെ പശ്ചാത്തലത്തിൽ ഇത് ഉണ്ടെന്നുള്ള സത്യമാണ്. അതോടെ നിൽക്കട്ടെ. രണ്ടാമത്തെ കാര്യം, ഈ സുജയുടെ രാഷ്ട്രീയമായ ചോദ്യം എന്താണ് ടി.എൻ. പ്രതാപൻ പറഞ്ഞത്? തൃശ്ശൂരിലെ മുഖ്യമായ മത്സരം ബി.ജെ.പിയും അതുപോലെ UDFും തമ്മിലാണെന്ന്. ഇവിടെ അത് പ്രതാപൻ്റെ അഭിപ്രായം. എൻ്റെ ഒരു നിരീക്ഷണത്തിൽ ഇവിടെ ത്രികോണ മത്സരമാണ്, സംശയം വേണ്ട. ഇവിടെ UDF, LDF, സുരേഷ് ഗോപി, ഇങ്ങനെ 3 മത്സരമാണ് നടക്കുന്നത്. അത് ബി.ജെ.പി ആയിട്ട് മാറ്റാനോ NDA ആയിട്ട് മാറ്റാനോ ഞാൻ തയ്യാറല്ല. കാരണം സുരേഷ് ഗോപി എന്ന ഒരു പ്രമുഖ വ്യക്തിയുടെ സാന്നിധ്യമാണ് ഇവിടെ ബി.ജെ.പിക്ക് താല്പര്യമുണ്ടാകുന്നത്. അതുകൊണ്ടാണ് സുരേഷ് ഗോപി എന്ന് ഞാൻ പറയാൻ കാരണം. അവിടെ സ്ഥാനാർത്ഥിയെ നിങ്ങൾ പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും സുരേഷ് ഗോപിയാണ് സ്ഥാനാർത്ഥി എന്ന രീതിയിൽ ബി.ജെ.പിയുടെ നേതാക്കൾ പലവട്ടം പ്രസംഗിച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടെ താങ്കൾ നേരത്തെ സൂചിപ്പിച്ച പോലെ പ്രധാനമന്ത്രി ആ പേര് പരാമർശിച്ചില്ല. പക്ഷേ കുറച്ചു കാലം മുമ്പ് ശ്രീ അമിത്ഷാ ഇവിടെ വന്നപ്പോൾ ആ വേദിയിൽ സുരേഷ് ഗോപി പ്രസംഗിക്കുകയും അദ്ദേഹത്തെ ഒരു സ്ഥാനാർത്ഥിയാണോ എന്ന രീതിയിൽ അവതരിപ്പിക്കുന്ന ഒരു ചടങ്ങ് പോലെ കാണുകയും ചെയ്തു. ഇപ്പോൾ അതുണ്ടായില്ല. ഇവിടെ മുഖ്യ മത്സരം എന്തായാലും LDFും UDFും തമ്മിലാണ്, തർക്കം വേണ്ട. പക്ഷേ ത്രികോണ മത്സരമാണ്. ഈ ത്രികോണ മത്സരത്തിൽ ഇവിടെ UDFിൻ്റെ വിജയത്തിൻ്റെ പ്രധാനപ്പെട്ട ശുഭാപ്തി വിശ്വാസം എന്താണെന്ന് വെച്ചാൽ 2 കാര്യങ്ങളാണ്. ഒന്ന്, LDF ഗവൺമെൻറ്റിനെതിരായ പൊതുവായ വലിയ വികാരം, ഒന്നാമത്തെ കാരണം. രണ്ടാമത്തെ കാരണം, ബി.ജെ.പി ദേശീയ തലത്തിൽ നടത്തുന്ന ചില പ്രസ്താവനകളും അതുപോലെ തന്നെ വിലക്കയറ്റവുമായിട്ടുള്ള പ്രസ്താവനകളും മോദിയുടെ ഗ്യാരണ്ടി എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ പ്രധാനമന്ത്രി നടത്തുന്ന വിശ്വാസയോഗ്യമല്ലാത്ത പ്രസ്താവനകളും. ഇതാണ് പ്രതാപന് ആത്മവിശ്വാസം നൽകുന്ന ഘടകങ്ങൾ. അതിൽ മുഖ്യമായ ഘടകം, എൻ്റെ സുഹൃത്ത് രാജാജി ചർച്ചയിലുണ്ട്, പക്ഷേ മുഖ്യമായ ഘടകം LDF ഗവൺമെൻറ്റിൻ്റെ ജനവിരുദ്ധ നടപടികൾ മാത്രമല്ല, CPMൻ്റെ നയവ്യതിയാനം, അതുപോലെ തന്നെ ജനങ്ങളുടെ കാര്യത്തിൽ ഇടപെടാൻ മടിച്ചുകൊണ്ട് നിൽക്കുന്ന, എന്നാൽ ജനങ്ങളെ പൂർണ്ണമായും അകറ്റി നിർത്തുന്ന ഒരു ഭരണത്തിനെതിരായ വികാരം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരള ഭരണം ചർച്ചാ വിഷയമാവില്ലെങ്കിൽ പോലും ആ വികാരം ഉൾക്കൊണ്ടുകൊണ്ട് ഒരു കേന്ദ്ര വിരുദ്ധ മനോഭാവത്താൽ ജനങ്ങൾ വോട്ട് ചെയ്യും. അതാണ് പ്രതാപൻ്റെ ശുഭാപ്തി വിശ്വാസത്തിൻ്റെ ഒരു കാരണം. രണ്ടാമത്തെ കാരണം, ഈ പ്രതാപൻ ഇവിടെ MP ആയ ശേഷം തൃശ്ശൂരിൽ അദ്ദേഹം നടത്തിയതായിട്ടുള്ള ചില വികസന പ്രവർത്തനങ്ങൾ. അത് ഞാൻ വിസ്തരിക്കുന്നില്ല, കാരണം അത് MP വരേണ്ട കാര്യങ്ങൾ ഞാൻ വിസ്തരിക്കുന്നില്ല. മൂന്നാമത്തെ കാര്യം,
തൃശ്ശൂരിലെ കോൺഗ്രസ് കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് നിർജ്ജീവമായി കിടന്നിരുന്ന കോൺഗ്രസ് അതിനുശേഷം ഇപ്പോൾ 1.5 വർഷമായിട്ട് വളരെ ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനമായി മാറിയതും അതുമാത്രമല്ല സി പി എമ്മിനെതിരെ ഇവിടുത്തെ ജനങ്ങൾക്കുണ്ടായിട്ടുള്ള കരുവന്നൂർ സംഭവത്തിനെ തുടർന്നുള്ള അവരോടുള്ള അരിശവും കരുവന്നൂർ ബാങ്ക് കൊള്ളയുമായി ബന്ധപ്പെട്ട് CPM നിലപാടുകളുള്ള അരിശവും എല്ലാം ഇവിടെ പ്രതാപന് അനുകൂലമായ ഘടകങ്ങളാണ്. പിന്നെ ക്രിസ്ത്യൻ സമുദായം, തൃശ്ശൂരിൽ ക്രിസ്ത്യൻ സമുദായത്തിന് സാന്നിധ്യം കൂടുതലുള്ള സ്ഥലമാണ്, ഹിന്ദുക്കളുടെ സാന്നിധ്യം കൂടുതലുള്ള സ്ഥലമാണ്. പക്ഷേ മണിപ്പൂർ വിഷയത്തിൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സമീപനം പ്രധാനമന്ത്രിയുടെ സമീപനം ഇതെല്ലാം ഇവിടുത്തെ UDFന് അനുകൂലമായ ഘടകങ്ങളാണ്. പ്രധാനമന്ത്രി തൃശ്ശൂരിൽ വന്നപ്പോൾ സാധാരണ അദ്ദേഹം മുൻപ് പ്രസംഗിക്കാറുള്ളത് ഇവിടുത്തെ മതസാഹോദര്യത്തെക്കുറിച്ചും ക്രൈസ്തവ സഭ നൽകിയ സംഭാവനകളെക്കുറിച്ചുമാണ്. അതൊന്നും ഇത്തവണ പ്രധാനമന്ത്രി പറഞ്ഞില്ല. പകരം അദ്ദേഹം 10-15 തവണ ഗ്യാരണ്ടി എന്ന് പറയുക ചെയ്തത്. ഈ ഗ്യാരണ്ടി എന്ന് പറഞ്ഞാൽ അത് 6 മാസത്തേക്കുള്ള ഗ്യാരണ്ടിയാണോ 1 വർഷത്തേക്കുള്ള ഗ്യാരണ്ടിയാണോ എന്നൊക്കെ വേറെ വിഷയങ്ങളാണ്, അത് ചർച്ച ചെയ്യാം നമുക്ക്. അപ്പോൾ ഈ ഒരു കാര്യം, സാമുദായിക കാര്യം, രാഷ്ട്രീയ കാര്യം, ഗവൺമെൻറ് വിരുദ്ധ കാര്യം, CPMൻ്റെ കരുവന്നൂർ ബാങ്കുമായി ബന്ധപ്പെട്ട CPMൻ്റെ കാര്യം, ഇത്രയും കാര്യങ്ങൾ വളരെ ശുഭാപ്തി വിശ്വാസം UDF സ്ഥാനാർത്ഥിക്ക് നൽകുന്നെങ്കിൽ അത് സാധാരണ ഏതൊരു വോട്ടറുടെയും മനസ്സിൽ വരുന്ന കാര്യമാണ്. പിന്നെ ഇവിടെ മത്സരിക്കാൻ പോകുന്ന ആള് CPM ആവില്ല, CPI ആണ്. CPI ആണെങ്കിൽ തന്നെ CPIയുടെ നിലപാടുകൾ അവർ ഗവൺമെൻറ്റിൻ്റെ ഭാഗമായി നിന്നുകൊണ്ട് ഒരു തിരുത്ത ശക്തിയായി നിൽക്കാതെ അച്യുതമേനോൻ്റെ ജില്ലയിൽ CPMന് ഏറ്റവും ഇപ്പോഴും CPM ശത്രുതാ മനോഭാവത്തോടെ കാണുന്ന ഒരു നേതൃവൈഭവമായ അച്യുതമേനോൻ്റെ ജില്ലയിൽ CPMന് വഴങ്ങിക്കൊടുക്കുന്ന CPIയുടെ സമീപനത്തോടെ ആ പാർട്ടിയിലും ജനങ്ങൾക്കിടയിലും ഉണ്ടായിട്ടുള്ള ഒരു അസ്വസ്ഥത അതും ഇതിൽ പ്രകടമാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.